ഒന്ന് രണ്ട് പേർ വളരെ ആവേശത്തോടൊരു വാർത്ത എനിക്ക് അയച്ചു തന്നിരുന്നു. ആ വാർത്ത വേറൊന്നുമല്ല, നമ്മുടെ സുരേഷ് ഗോപിക്കെതിരെയും ഗോപാലകൃഷ്ണൻ സാറിനെതിരെയും വിദ്വേഷ പരാമർശങ്ങളിൽ കേസില്ല എന്നും പറഞ്ഞൊരു വാർത്തയാണ് അയച്ചു തന്നത്. അതിൽ ഞെട്ടാനെന്തിരിക്കുന്നു? എത്രയോ നാളുകളായി എവിടെയെല്ലാം ഇരുന്ന് എന്തെല്ലാം വിദ്വേഷ പ്രചരണങ്ങൾ ആരെല്ലാം പറഞ്ഞിട്ടും ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും കേസുണ്ടോ? അപ്പോൾ പിന്നെ സുരേഷ് ഗോപി ഏട്ടനും ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാൻ പാടുണ്ടോ? അത് മാത്രമല്ല, അവർ ആരാണെന്നാണ് നിങ്ങളൊക്കെ വിചാരിച്ചേക്കുന്നത്? അവർ ചെറിയ ആളുകളാണോ എന്ന് മാത്രമല്ല, പോലീസ് ഒരു ബുദ്ധി കൂടി കാണിച്ചു. ആ വാർത്ത ഞാൻ വായിച്ചു നോക്കിയപ്പോൾ കണ്ടത് മൊഴി പോലും രേഖപ്പെടുത്തിയില്ല എന്നാണ് പറഞ്ഞത്. മൊഴി പോലും രേഖപ്പെടുത്തി 5-6 പേപ്പർ വെറുതെ നശിപ്പിക്കേണ്ട, ഈ പറയുന്ന നികുതി അടയ്ക്കുന്ന നിരക്ഷരകുക്ഷിയായ ഒരു കേരളീയൻ്റെ കാശ് പാഴാക്കി കളയണ്ട എന്നോർത്താണ് പോലീസ് മൊഴിയെടുക്കാൻ പോകാതിരുന്നത്. കാരണം മൊഴി അങ്ങോട്ട് ചോദിച്ചു എന്നാൽ ഇപ്പം കൊടുക്കും അവർ. പിന്നെ പാവപ്പെട്ട പോലീസുകാർ തന്നെ മൊഴി പോലെ എഴുതിക്കൊണ്ട് ചെന്ന് അവരുടെ അനുവാദം ചോദിച്ച് ഒന്ന് വായിച്ച് കേട്ടാലുമെന്ന് പറഞ്ഞ് കേൾപ്പിച്ച് അങ്ങനൊരു മൊഴിക്ക് അടിയിൽ ഒപ്പിട്ടുകൊണ്ട് തിരിച്ചു പോരേണ്ടി വരും. എന്തിനാ അതിന് മെനക്കെടുന്നത്? അതിനേക്കാൾ നല്ലത് കേസ് എടുക്കാതിരിക്കുന്നതാണ്. ഇതിനിടയിൽ വേറെന്തൊക്കെയോ കേസുകൾ എടുത്തു എന്നൊക്കെ പറഞ്ഞ് ഓരോ വാർത്തകൾ വരുന്ന കണ്ടു. അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല, അതിലൊന്നും വലിയ അർത്ഥവുമില്ല. അതുകൊണ്ട് അവർ രണ്ടുപേരെയും കേസെടുത്ത് ബുദ്ധിമുട്ടിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ഒന്നും ചെയ്യരുത്. അവരാരും പറഞ്ഞാൽ ഇതൊന്നും വർഗീയതയോ വിദ്വേഷമോ ഒന്നും അല്ല. പക്ഷേ ചില ആളുകൾ പറയുകയോ ചില കുട്ടികൾ മുദ്രാവാക്യം വിളിക്കുകയോ ചിലർ ജാഥ നടത്തുമ്പോൾ മുദ്രാവാക്യം വിളിക്കുകയോ ഒക്കെ ചെയ്താൽ അത് വളരെ ഭീകരമാണ്, മാരകമാണ്. അത് അവലും മലരുമായി എന്നും ഇങ്ങനെ നിലനിൽക്കും. കോടതികൾ കിടുങ്ങും, മാധ്യമ നിരീക്ഷകർ സിംഹങ്ങൾ ചാടി വീഴും, പൊട്ടിത്തെറിക്കും, പൊട്ടിക്കരയും, ഇതൊക്കെ ചെയ്യും. പക്ഷേ ഇവരൊക്കെ പറയുമ്പോൾ അതിലൊന്നും ഒരു കാര്യമില്ല. ഗോപാലകൃഷ്ണനൊന്നും അങ്ങനെ പറയുന്ന ഒരാളേ അല്ല. അദ്ദേഹം കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ അവിടെ ചെന്ന് സഭാപിതാക്കന്മാരോട് പറയുന്ന ശബ്ദരേഖയൊക്കെ സത്യം പറഞ്ഞാൽ അത് നമ്മുടെ മേനക ചേച്ചിയുടെ ഭർത്താവിനെ കൊണ്ട് ട്യൂൺ ചെയ്യിച്ച് നമ്മുടെ ചിത്ര ചേച്ചിയെ കൊണ്ട് പാടിക്കേണ്ട പാട്ട് പോലെ മധുരമനോഹരമായ സംഭാഷണമാണ്. അതുകൊണ്ട് ആ നിഷ്കളങ്ക മനസ്സുകാരെ ഒന്നും വേദനിപ്പിക്കാതെ, അവരെ ബുദ്ധിമുട്ടിക്കാതെ, പ്രയാസപ്പെടുത്താതെ സന്തോഷത്തോടു കൂടി നെഞ്ചോട് ചേർത്ത് വെക്കുക. പിന്നെ ഇതൊക്കെ പറഞ്ഞ് രംഗത്ത് വന്ന നമ്മുടെ PV അൻവർക്ക കഴുത്തിലൊരു മഞ്ഞ ഷാളൊക്കെ ചുറ്റി ഡെമോക്രാറ്റിക് പ്രോഗ്രസ് ഓഫ് ഇന്ത്യ ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ് പല ജില്ലയിലും കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞു. ശുഭം.